നമസ്കാരം, ഞാൻ മിനീഷ് രോഗിണി. ചെറിയ മുറിയിൽ നിന്നും വലിയ വരുമാനം ഉണ്ടാക്കിയാലോ? ഒരു 15,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പ്രതിമാസം 50,000 രൂപയ്ക്ക് മുകളിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ബിസിനസ് ഐഡിയ ആണ് പറഞ്ഞു പോകുന്നത്. ഏതൊരാൾക്കും ചെയ്യാം, പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻസ് വേണം ഒന്നുമില്ല. വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിലും ജോലി ഉള്ളവർക്കാണെങ്കിലും ജോലി ഇല്ലാത്തവർക്കാണെങ്കിലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള നൂതനമായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഞാനിന്ന് പറയാൻ പോകുന്നത് കൂൺ കൃഷിയെ കുറിച്ചിട്ടാണ്. ചെറിയ ഒരു മുറിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൂൺ കൃഷി മോഡലാണ്. വലിയ വ്യാവസായിക അടിസ്ഥാനത്തിൽ വലുതായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമുക്ക് ചെറുതിൽ നിന്ന് നമുക്ക് തുടങ്ങി കഴിഞ്ഞാൽ പതിയെ 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 സ്കെയിലപ്പ് ചെയ്തിട്ട് വലുതാക്കി എടുക്കാനും പറ്റും. ആദ്യമായിട്ട് കൂൺ കൃഷിയുടെ 4 അടിസ്ഥാന ഘടകങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിലൊന്ന് ഇനങ്ങളാണ്, വെറൈറ്റീസ്. ഓയിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനമുണ്ട്. അതുപോലെ തന്നെ മിൽക്കി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഇനം, ബട്ടൺ ഓയിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഇനം. അങ്ങനെ ഒരുപാട് പലതരത്തിലുള്ള ഇനങ്ങളുണ്ട്. ഇവയൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ള ഇനങ്ങളാണ്. ഇനി രണ്ടാമത് മനസ്സിലാക്കേണ്ടത് സബ്സ്ട്രാക്റ്റ് ആണ്, മാധ്യമം. നെൽ, വൈക്കോല്, റബ്ബർ, മരപ്പൊടി, ഇതൊക്കെ ആണ് നമുക്ക് അതിന് ആവശ്യമുള്ള ഘടകങ്ങൾ നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെയുള്ള മൂന്നാമത്തെ കാര്യമാണ് ക്ലൈമറ്റ് കൺട്രോൾ. ഹ്യൂമിഡിറ്റി ഒരു 80 to 90% ആയിരിക്കണം. ടെമ്പറേച്ചർ ഒരു 22 മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് നിലനിർത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യേണ്ടത്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹൈജീനും സ്റ്റെറിലൈസേഷനുമാണ്. അപ്പൊ നല്ല രീതിയിലുമാണ് അതിനെ സെറ്റപ്പ് ചെയ്തിട്ട് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ പ്രധാന ഘടകങ്ങൾ നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ ഇതിനെ പഠിക്കാൻ പോകണം. ഇത് മാത്രം അറിഞ്ഞാൽ പറയാം, അടിസ്ഥാന ഘടകങ്ങളാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കൂൺ കൃഷിയെ കുറിച്ച് പഠിപ്പിക്കണം. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, അവിടെ നിന്ന് അവൾ പഠിച്ചെടുക്കണം ആദ്യ ഐഡിയ. പിന്നെ നമ്മൾ ചെയ്തെടുക്കണം, ചെറിയ രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ട് വേണം പിന്നെ വൈഡ് റേഞ്ചിലേക്ക് നമ്മൾ വരുമാനം ഉണ്ടാക്കുന്ന തരങ്ങളിലേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു 5 ഘട്ടം, കൂൺ കൃഷിയുടെ 5 ഘട്ടങ്ങൾ നമുക്ക് നോക്കാം. 5 ഘട്ടങ്ങളിലൂടെ കൂൺ കൃഷി നമുക്ക് തുടങ്ങാൻ സാധിക്കും. അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പരിശീലനമാണ്, 2 സെറ്റപ്പാണ്, 3 സബ്സ്ട്രേറ്റ് ആണ്, പിന്നെയുള്ളത് പരിപാലനം, പിന്നെയുള്ളത് വിളവെടുപ്പ്. ഇപ്പൊ ഈ 5 ഘട്ടങ്ങളാണ് നമുക്ക് ഇതിനകത്തുള്ളത്. അപ്പൊ ഇതെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ പഠിപ്പിക്കും പരിശീലന സമയത്തും. ഫസ്റ്റ് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 20 മുതൽ 30 ദിവസം വരെ നമുക്ക് നോർമലി ടൈം എടുക്കും. സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇയർലി ഒരു 10-12 സൈക്കിൾ നമുക്ക് കിട്ടും ഒരു വർഷത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഈൽഡ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 to 2 kg നമുക്ക് കിട്ടും, ഒരു ബെഡിൽ നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ക്. അപ്പം നല്ല രീതിയിൽ നമുക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാർഗ്ഗമാണ്, ചെറിയൊരു സ്പേസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് കൂൺ കൃഷി എന്ന് പറഞ്ഞാൽ. നമ്മൾ പ്രൊഫഷണലി തന്നെ നമ്മൾ പഠിച്ചിട്ട് ചെയ്യണേ. ഒരുപാട് പേര് യൂട്യൂബ് വീഡിയോ കണ്ടിട്ടും അതുപോലെ തന്നെ 1-2 സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ മാക്സിമം ട്രെയിനിങ്ങിന് പോവാം. വീഡിയോ കാണണ്ടെന്നല്ല, വീഡിയോ കാണുക കർഷകരുടെ, അത് കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് ട്രെയിനിങ് പഠിക്കുക. കൂൺ കൃഷിയിൽ എനിക്കൊന്ന് RCTകളൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. RCT ട്രെയിനിങ് സർട്ടിഫൈഡ് ആവുക, അത് കഴിഞ്ഞിട്ട് അതിനെ ഒരു കമ്മ്യൂണിറ്റി, അവർക്ക് തന്നെ സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്, കൂൺ കൃഷി ചെയ്യുന്നവരുടെ കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ മെമ്പർ ആവുക, പതിയെ തുടങ്ങിയിട്ട് നിങ്ങളുടെ നാട്ടിൽ എല്ലാവരും ഉള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവും. അപ്പൊ അവരെയൊക്കെ വെച്ച് നിങ്ങൾ മറ്റൊരു ഗ്രൂപ്പ് ആക്കുക. എന്നിട്ട് കൂണ് എല്ലാ സാഹചര്യത്തിലും കൂണ് അവൈലബിൾ ആണ്, പിന്നെ ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇത്ര കൂണ് അവൈലബിൾ ആണ്, ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കുക. അപ്പൊ അതിന് നിങ്ങൾക്കൊന്നും ഡാമേജ് വരാത്ത രീതിയിലുള്ള ഒരു പാക്കറ്റ് ഉണ്ടാവും. നമ്മൾ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കൂണ് കിട്ടും. സാധാരണ അതിന്റെ മേളിൽ ഒരു ഇങ്ങനെ സ്ട്രാപ്പൊക്കെ ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും, വൈറ്റ് പ്ലാസ്റ്റിക്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്തിട്ട് നല്ല ഫ്രീസ് ചെയ്ത് നമ്മൾ വെക്കുക. എന്നിട്ട് രാവിലെ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് നമ്മൾ കൊടുക്കുക. അപ്പോൾ ആരൊക്കെയാണ് ഓർഡർ ചെയ്ത ആൾക്കാർക്കൊക്കെ അവിടത്തേക്ക് തന്നെ ഡെലിവറി, വീട്ടിലേക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊടുക്കുന്ന കടയിലുണ്ടാവും, അവിടെ വന്നിട്ട് വാങ്ങിക്കാൻ പറയാം. അങ്ങനെ ചെയ്യാം. കുറെ ആൾക്കാർ സ്ഥിരമായിട്ടുള്ള കസ്റ്റമറിനെ, റെക്കറിംഗ് ആയിട്ടുള്ള കസ്റ്റമറിനെ ഉണ്ടാക്കിയെടുക്കുക സ്ഥിരമായിട്ട്. പിന്നെ അത് തന്നെ ഫോളോ അപ്പ് ചെയ്യുക. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കുക. എല്ലാവർക്കും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് വളരെ വിളവെടുത്ത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുക. ഒരുപാട് ടൈം വെച്ചിട്ട് നിങ്ങൾ കൊടുക്കാൻ നിൽക്കരുത്. വളരെ ഫാസ്റ്റ് ആയിട്ട് അവർക്ക് ഡെലിവറി ചെയ്യാം. അപ്പോൾ അവർ വീണ്ടും ഓർഡർ ചെയ്യും. നല്ല ഐറ്റം ആണ്, അവിടുന്ന് ഡയറക്റ്റ് കിട്ടും, പെട്ടെന്ന് ഫാം ഫ്രഷ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഇൻകം നമുക്ക് ഇപ്പോൾ കോസ്റ്റും ഇൻകവും നമുക്ക് കണക്കൂട്ടി നോക്കാം. മെയിനായിട്ട് ഇതിന്റെ വിത്ത് ഒരു 1500 മുതൽ മുടക്ക് നമുക്ക് ഇതിനുണ്ട്. അതുപോലെ തന്നെ സബ്സ്ട്രേറ്റ്, ബാഗ്സ്, കാര്യങ്ങൾ കിട്ടും. ഇതെല്ലാം കൂടിയിട്ടുള്ള സെറ്റ്, ഈ പറഞ്ഞ മരപ്പൊടിയും അതുപോലെ തന്നെ ഈ വൈക്കോലിന്റെ ഇതും നെല്ലിന്റെ വൈക്കോലും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടി ഇത് സെറ്റപ്പിന്റെ ബാഗ് കിട്ടും. അപ്പൊ അതിന് ഓൾമോസ്റ്റ് 2000 rupees കോസ്റ്റ് വരും. പിന്നെയുള്ളത്
സ്പ്രേയർ, ടൂൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് ഏകദേശം 2500 രൂപയുടെ കോസ്റ്റ് വരും. അതിന് ടോട്ടൽ സെറ്റപ്പ് ഒരു 5000 മുതൽ 15000 രൂപ വരെ നമുക്ക് കോസ്റ്റ് വരും. ടോട്ടൽ സെറ്റപ്പ് നമുക്ക് ഈൽഡ് എന്ന് പറഞ്ഞാൽ പെർ മന്ത് നമുക്ക് ഒരു 100 മുതൽ 150 കിലോ വരെ നമുക്ക് റവന്യൂ കിട്ടും. ഒരു kgക്ക് ഏകദേശം 200 രൂപ മുതൽ 300 രൂപ വരെ വിലയുണ്ട്. ഗ്രോസ് മന്ത് പെർ മന്ത് ഒരു 25,000 to 45,000 നമുക്ക് earn ചെയ്യാൻ പറ്റും. അവർക്ക് ഒരു 15,000 മുതൽ 30,000 കിട്ടിയാൽ തന്നെ നമ്മുടെ അത്യാവശ്യമുള്ള ചെലവിലുള്ള വരുമാനമായി. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അറൗണ്ട് 5,000 രൂപയാണ്. ഇപ്പോൾ ഒരു അറ്റ ലാഭം എന്ന് പറഞ്ഞാൽ ഒരു 20,000 മുതൽ 50,000 രൂപ വരെ പെർ മന്ത് നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓർക്കുക, പഠിച്ചിട്ട് ചെയ്യുന്നവർക്ക് മാത്രം, പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ ചെയ്യുന്നവർക്കൊന്നും ഇത് കിട്ടണമെന്നൊന്നുമില്ല. ഇതിന്റെ കൃത്യമായിട്ടുള്ള കണക്കും കാൽക്കുലേഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് അറിയണം. ഏതാണ് നല്ലത്, എല്ലാ കാര്യങ്ങളും അറിയണം. അറിഞ്ഞിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. വെറുതെ ഒക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നടക്കില്ല. ഒരുപാട് ആൾക്കാർ അങ്ങനെ വെറുതെ ചെയ്യാൻ പോയിട്ടുണ്ട്. ഇനി വിജയത്തിനായിട്ടുള്ള 5 പ്രധാന നുറുങ്ങുകൾ, ടിപ്പുകൾ ഞാൻ പറഞ്ഞത് എക്സ്പേർട്ട് ടിപ്സ് ആണ്. ഇത് എല്ലാവർക്കും അനുയോജ്യമാണ്. അപ്പം മെയിനായിട്ട് ആർക്കൊക്കെ അനുയോജ്യമാവും എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ബെസ്റ്റ് ഫോർ സ്റ്റുഡൻസ്, ഹൗസ് വൈഫ്, പാർട്ട് ടൈം ജോബ്, ബിഗിനേഴ്സ്, എല്ലാവർക്കും. ഞാൻ ഫസ്റ്റ് ഇനീഷ്യൽ പറഞ്ഞ കാര്യമാണ്. 5 ടിപ്പുകളിൽ ഒന്ന് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്, KVKയുടെ ട്രെയിനിങ്, മഷ്റൂം സെന്ററിലൊക്കെ ട്രെയിനിങ് നമുക്ക് കിട്ടും. 2 ഹൈജീൻ ആൻഡ് മെയിൻറ്റെയിൻ ചെയ്യുക നല്ലതായിട്ട്. സ്റ്റെറിലൈസേഷൻ ആൻഡ് ക്ലീനിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹൈജീൻ. അപ്പോൾ അത് ചെയ്യാം. 3ാമത്തെ ക്ലൈമറ്റ് കൺട്രോൾ ആണ്. ഹ്യൂമിഡിറ്റി 80 to 90 ആൻഡ് 22 to 28 ഡിഗ്രി സെൽഷ്യസിലാണ് കീപ്പ് ചെയ്യാൻ. പലരും ഇതൊന്നും അറിയാതെ ചെയ്തിട്ട് കൂൺ കൃഷി പാളിപ്പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ മാർക്കറ്റിലെ ടൈപ്പ്, ഹോട്ടൽസുമായിട്ട് ടൈപ്പ്, സൂപ്പർ മാർക്കറ്റുകളായിട്ട് ടൈപ്പ് ആക്കി വെക്കാൻ പറ്റും, തൊട്ടടുത്തുള്ള കടകൾ. അതുകൂടാതെ മഷ്റൂമിന് ഒരു പേരിട്ടിട്ട് നിങ്ങൾക്ക് അതിന്റെ പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാം. അതേപോലെ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് കൊടുക്കാം നാട്ടിലുള്ള ആൾക്കാർക്ക്. പിന്നെ ക്രമമായിട്ട് സ്കെയിലിംഗ്, ഞാൻ പറഞ്ഞ ഒറ്റയടിക്ക് എടുത്ത് ചാടി വലുതാക്കാതെ ചെറിയ രീതിയിൽ വളർത്തി കൊണ്ടുപോകാം. ഡിമാൻഡിനനുസരിച്ച് വളർത്തി കൊണ്ടുപോകാം. ഓക്കെ, ചെറിയ മുറി വലിയ വരുമാനം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ് മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞത്. വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരാളെ സംബന്ധിച്ചും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ആര് ആക്ഷൻ എടുക്കുന്നു എന്നതിലാണ് കാര്യം. പ്രതിമാസം 5,000 മുതൽ 15,000 രൂപ സെറ്റപ്പ് കോസ്റ്റ്. 20 മുതൽ 30 ദിവസം വരെ നമുക്ക് ഇതിന്റെ ഗ്രോത്ത് സൈക്കിൾ. വളരെ ഫാസ്റ്റ് ആയിട്ട് റവന്യൂ. നമ്മൾ 5 വർഷമോ 6 മാസമോ 7 മാസം ഒന്നും കാത്തിരിക്കേണ്ട. ഫാസ്റ്റ് ആയിട്ടുള്ള റവന്യൂ ആണ്. പെർ മന്ത് 50,000 ഒക്കെ ഏൺ ചെയ്യുക സുഹൃത്തുക്കൾ. റിയലി എത്രയോ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. സോ ഇന്ന് തന്നെ തുടങ്ങുക. വീണ്ടും പറയുന്നു, ചെറിയ മുറി വലിയ വരുമാനം. ഇതൊന്നും അറിയാത്ത ഒരുപാട് നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഒക്കെ ഉണ്ടാവും. എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കും. അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോകൾ വരുന്ന ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഏതായാലും മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇറ്റ്സ് മീ നിഷോണി സൈനിങ് ഓഫ്. ബൈ.